back to Xylem Learning. It's me Mufida. മക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ മക്കളെ? എല്ലാ പ്രാവശ്യവും ഇത് എക്സാമിന് ചോദിക്കും. അത് മാത്രമല്ല എന്തായാലും നിങ്ങൾ ഇത് തെറ്റിക്കുകയും ചെയ്യും. ഇത് തെറ്റിക്കാതിരിക്കാനും ഇതിന് എത്ര മാർക്കാണോ തന്നിട്ടുള്ളത് ആ മുഴുവൻ മാർക്ക് നമുക്ക് കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി. സോ എന്താണ് ആ ഒരു പറയപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇതാണ് മക്കളെ ആ ഒരു ക്വസ്റ്റ്യൻ. എന്താണ്? താഴെ തന്നിരിക്കുന്ന അളവുകളെ നമ്മൾ എന്ത് ചെയ്യണം? SI യൂണിറ്റിലോട്ട് മാറ്റണം അല്ലെ. ഒരുപാട് മെഷർമെന്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അതിനൊക്കെ എന്ത് ചെയ്യണം? അതിന്റെ അതാതായിട്ടുള്ള SI യൂണിറ്റിലോട്ട് അതിനെ മാറ്റണം. അപ്പൊ മക്കളെ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്തിനൊക്കെയാണ് മാറ്റേണ്ടതെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ 3500 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ SI യൂണിറ്റിലോട്ട് മാറ്റണം. അപ്പൊ നമുക്കറിയാം അല്ലെ, 3500 ഗ്രാം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ മാസിന്റെ യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഗ്രാം നമുക്കറിയാം, ഒരുപാട് യൂണിറ്റുകളുണ്ട് മാസിന്. ഗ്രാം, കിലോഗ്രാം, പിന്നെ ഏതൊക്കെയാ ക്വിന്റല്, ടൺ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവയിൽ നിന്നും SI യൂണിറ്റ് അടിസ്ഥാന അളവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളാണ് നമ്മളുടെ കിലോഗ്രാം അല്ലെ. അപ്പൊ ഈ തന്നിരിക്കുന്ന ആളെ എന്ത് ചെയ്യണം? കിലോഗ്രാമിലോട്ട് മാറ്റണം. ചുരുക്കം പറഞ്ഞാൽ 3500 ഗ്രാം എത്ര കിലോഗ്രാം ആണ് എന്നാണ് ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ് അല്ലെ. എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. 1000 ഗ്രാം ചേർന്നതാണ് 1 കിലോഗ്രാം എന്ന് അല്ലെ. 1000 ഗ്രാമുകൾ ചേർന്നാലാണ് 1 കിലോഗ്രാം ആവുക. അപ്പൊ ഇവിടെ വലുതാറ് ചെറുതാറ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. ഗ്രാം എന്ന് പറഞ്ഞാൽ ചെറിയ അളവാണ്, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, ഗ്രാമിനേക്കാളും വലിയ അളവാണ് അല്ലെ. അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അത് മാത്രമല്ല ഇവർ തമ്മിലുള്ള ഒരു ബന്ധവും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കുക. ഗ്രാമിനെ നമ്മളോട് കിലോഗ്രാമിലേക്ക് മാറ്റാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ മക്കളെ? ആ തന്നിരിക്കുന്നതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ല, തിരിച്ചാണ് പറഞ്ഞതെങ്കിൽ കിലോഗ്രാമിനെ ഗ്രാമിലോട്ടാണ് നമ്മളോട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ തിരിച്ചെന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്ലൈ ബൈ 1000 അല്ലെ. ചെറുതിനെ വലുതിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുക. എന്നാൽ വലുതിനെ ചെറുതിലോട്ടാണ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം കേട്ടോ. അപ്പം ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സംഭവം നിങ്ങൾ നോട്ട്ബുക്കിലിട്ട് എഴുതി കഴിഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3500 ഗ്രാമിന് എന്ത് ചെയ്യണം മക്കളെ? കിലോഗ്രാം ആക്കി മാറ്റണം അല്ലെ. എത്ര കിലോഗ്രാം ആണെന്ന് എഴുതണം. നമുക്കറിയാം ഗ്രാമിനെ കിലോഗ്രാം ആക്കാണ് അല്ലെ. ഗ്രാമിനെ കിലോഗ്രാം ആക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 1000. അപ്പൊ 3500 എന്ത് ചെയ്യണടാ? 3500 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ മേലെയും താഴെ ഒരുപോലെ പൂജ്യങ്ങളുണ്ട്. സോ കട്ട് ചെയ്തു. സോ നമുക്ക് എത്ര കിട്ടും? 35/10. സിമ്പിൾ അല്ലേ അല്ലേ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 3.5 കിലോഗ്രാം എന്ന് എഴുതി കൊടുത്താൽ മതി അല്ലേ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടിയാലോ. ഇനി തിരിച്ചാണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർമ്മിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? 2.5 കിലോമീറ്ററിനെ എന്ത് ചെയ്യണം? അതിന്റെ SI യൂണിറ്റിലോട്ട് മാറ്റണം അല്ലെ. കിലോമീറ്റർ എന്ന് പറയുന്ന ആരുടെ യൂണിറ്റ് ആണ്? നമുക്കറിയാം അത് ലെങ്ത്തിന്റെ അല്ലെ, നീളത്തിന്റെ യൂണിറ്റുകളാണ്. നീളത്തിന് ഒരുപാട് യൂണിറ്റുകളില്ലേ? ഏതൊക്കെയാണ്? കിലോമീറ്ററിലുണ്ട്, മീറ്റർ പറയാറുണ്ട്, സെന്റിമീറ്റർ പറയാറുണ്ട്, മില്ലിമീറ്റർ അല്ലെ. അങ്ങനെ ഒരുപാട് യൂണിറ്റുകളുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള SI യൂണിറ്റ് ആരാണ് നമ്മളെ മനസ്സിലോട്ട് അപ്പോൾ വരണം? അതാരാണ്? കിലോമീറ്റർ ആണോ? അല്ല. സെന്റിമീറ്റർ ആണോ? അല്ല. മില്ലിമീറ്റർ ആണോ? അല്ല. അതാരാണ്? മീറ്റർ മാത്രമാണ് അല്ലെ. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, 2.5 കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. അതാണ് നമ്മളുടെ നീളത്തിന്റെ SI യൂണിറ്റ് അല്ലെ. അപ്പം 2.5 കിലോമീറ്ററിനെ എങ്ങോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. ചുരുക്കം പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? 2.5 കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? കിലോമീറ്ററും മീറ്ററും തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കണം.
അല്ലെ മക്കൾ മനസ്സിലാക്കി വെച്ചോ. കിലോമീറ്ററിനെ മീറ്ററിലോട്ടാണ് മാറ്റാൻ പറഞ്ഞതെങ്കിൽ, അല്ലെ വലിയതിനെ ചെറുതിലോട്ടാണ് മാറ്റാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അല്ലെ നമുക്കറിയാം മീറ്റർ SI യൂണിറ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ അതിനേക്കാളും വലിയ യൂണിറ്റ് ആണ് കിലോമീറ്റർ അല്ലെ മാറ്റാൻ പറഞ്ഞതെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇൻറ്റു 1000 1000 കൊണ്ട് ഗുണിക്കുക അല്ലെ. വലുതിൽ നിന്നും ചെറുതിലോട്ടാണെങ്കിൽ ഗുണിക്കണം, എന്നാൽ ചെറുതിൽ നിന്നും വലുതിലേക്കാണെങ്കിൽ ഹരിക്കണം അല്ലെ, ഡിവൈഡ് ചെയ്യണം. 1000നെ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾക്ക് എന്ത് വേണം, ഓർമ്മ വേണം. എങ്കിൽ മാത്രമേ അല്ലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൽ ഏത് ടൈപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്, കിലോമീറ്ററിനെ മീറ്റർക്കാക്കി മാറ്റാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു 1000. വെരി സിമ്പിൾ അല്ലേ. അപ്പൊ എന്താണ് 2.5 ഇൻറ്റു 1000 ചെയ്താൽ മതി അല്ലെ. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അപ്പൊ കിട്ടുക, അപ്പം 2.5 അല്ലേ, നമുക്ക് പോയിന്റിലായിട്ട് കൊടുക്കാം. 1 2 3 അല്ലെ, പോയിന്റ് 1 ഉണ്ട്, സോ ഇങ്ങനെ കൊടുക്കും. സോ നമുക്ക് എത്ര കിട്ടും, 2500 മീറ്റർ എന്ന് ആൻസർ കിട്ടും. വെരി വെരി സിമ്പിൾ അല്ലേ. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നാൽ നിങ്ങളെ തെറ്റിക്കില്ല എന്ന് എനിക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്തായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ഹവർ അല്ലെ. 2 ഹവറിന് എന്ത് ചെയ്യണം, അതിന്റെ SI യൂണിറ്റിലോട്ട് മാറ്റണം. ഹവർ ആരുടെ യൂണിറ്റാ, നമുക്കറിയാം അത് സമയത്തിന്റെ അല്ലെ, നമ്മളുടെ ടൈമിന്റെ യൂണിറ്റ് ആണ്. ടൈമിന് ഒരുപാട് യൂണിറ്റുകളുണ്ട്, സെക്കൻഡ്, മിനിറ്റ്, ഹവർ അല്ലെ, ഒരുപാട് എണ്ണം ഉണ്ട്. ഇതിൽ നിന്നും നമ്മൾ SI യൂണിറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് സെക്കൻഡിനെയാണ് അല്ലെ. നമ്മൾ വിചാരിക്കുകയോ സെക്കൻഡ് ആവുന്നില്ലല്ലേ, നമ്മൾ പുച്ചി തള്ളിയ ആളാണ്, പക്ഷെ അതാണ് മെയിൻ അല്ലെ. SI യൂണിറ്റ് ആണ് സെക്കൻഡ് അല്ലെ, ടൈമിന്റെ. സോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, 2 ഹവറിനെ എന്ത് ചെയ്യണം, അതിന്റെ SI യൂണിറ്റിലോട്ട് മാറ്റണം. SI യൂണിറ്റ് ഓഫ് ടൈം എന്താണ്, സെക്കൻഡ് ആണ്, സെക്കൻഡിലോട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഒരു കാര്യം അറിയണം, ഹവറും സെക്കൻഡും നമ്മളൊരു ബന്ധം അറിയണം. നമ്മളപ്പോൾ വിചാരിക്കും 1000 കൊണ്ട് ഗുണിക്കലോ 1000 കൊണ്ട് ഹരിക്കലൊക്കെ ആയിരിക്കും. അല്ല, ഇവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകും. നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക, ഹവറിനെ സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ, വലുതിനെ ചെറുതിലോട്ട് മാറ്റണമെങ്കിൽ എപ്പോഴും ഗുണിക്കൽ തന്നെയാണ്. പക്ഷെ എന്തിനെ കൊണ്ട് ഗുണിക്കണം എന്നാണ്, 3600 കൊണ്ട് ഗുണിക്കണം. അതുപോലെ തിരിച്ചാണെങ്കിലോ, സെക്കൻഡിനെ ഹവറിലോട്ടാണ് നമുക്ക് മാറ്റേണ്ടതെങ്കിൽ തിരിച്ച് ഡിവൈഡഡ് ബൈ 3600. ഈ ഒരു സംഭവം നിർബന്ധമായിട്ടും നമുക്ക് ഓർമ്മ വേണം. അങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 2 ഹവറിന് എന്ത് ചെയ്യണം, സെക്കൻഡിലോട്ട് മാറ്റണം. 2 ഹവറിനെ സെക്കൻഡിലോട്ട് എങ്ങനെയാ മാറ്റുക, ഇൻറ്റു 3600 സിമ്പിൾ. അപ്പൊ എന്ത് ചെയ്യണം, 2നെ അല്ലെ, 2നെ എന്ത് ചെയ്യണം, 3600 കൊണ്ട് ഗുണിക്കണം. 36 × 2 എന്ന് പറഞ്ഞാൽ 72 ആണ്. ബാക്കി 2 0 ഉണ്ട്. സിമ്പിൾ അല്ലേ. എത്ര സിമ്പിളായിട്ട് നമുക്ക് ഓരോരോ ആൻസറും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാർക്ക് അവിടെ നമ്മൾ മിസ്സാക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഹാഫ് ക്വസ്റ്റ്യൻ തരട്ടെ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയോ. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ നോക്കും നിങ്ങൾ എത്ര പേര് കറക്റ്റ് ആയിട്ട് ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോ എത്ര പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അറിയണ്ടേടാ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ, 4000 ഗ്രാമിനെ 4000 ഗ്രാമിനെ അതിന്റെ കറസ്പോണ്ടിങ് SI യൂണിറ്റിലോട്ട് നിങ്ങൾ മാറ്റണം. നമുക്കറിയാം ഗ്രാമൊക്കെ ആരുടെ യൂണിറ്റ് ആണ് അല്ലെ, അത് കിട്ടണം ആദ്യം അല്ലെ. ആരാണ് ആ ഒരു അല്ലെ, ആളാരാണ്, മാസമാണോ, ലെങ്ത് ആണോ, ടൈം ആണോ, ആരാ നമ്മൾ അറിയണം. എന്നിട്ട് അവരുടെ SI യൂണിറ്റ് ആരാ നമ്മൾ അറിയണം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ അങ്ങോട്ട് മാറ്റണം. വളരെ സിമ്പിൾ അല്ലേടാ അല്ലെ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാട്ടോ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആൻസറും കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്.